അടുത്ത പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തിലേക്ക് പോവാണ്. ദാറ്റ്സ് കാൾഡ് പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്? പാസ്കൽസ് ലോ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫ്ലൂയിഡ് ഫ്ലോ സങ്കല്പിച്ചു, ഒരു ഫ്ലൂയിഡ് ഫ്ലോ സങ്കല്പിച്ചു, വെള്ളം. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു വലിയ കണ്ടെയ്നറിൽ വെള്ളം പിടിച്ചു വെച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒന്ന് കലക്കുക. കലക്കുമ്പോൾ നിങ്ങൾ ഫോഴ്സ് കൊടുക്കുക, ഒരു പ്രഷർ കൊടുക്കുക. ഈ കലക്ക് കൊടുത്തിട്ട് നിങ്ങൾ കയ്യങ്ങ് മാറ്റുക. വെള്ളത്തിൻ്റെ മുകളിൽ ഒരു കലക്കിടണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് കയ്യങ്ങ് മാറ്റുക. വെള്ളം ഒന്ന് ഡിസ്റ്റർബ്ഡ് ആകും. കുറേ കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? പഴയ കണക്കൊന്നും നിൽക്കത്തില്ലേ? അപ്പം നിങ്ങൾ പ്രഷർ കൊടുത്തില്ലേ, ആ പ്രഷർ അങ്ങോട്ട് പോയി. ലിക്വിഡിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഒരു പാർട്ടിൽ നിങ്ങൾ പ്രഷർ കൊടുത്തില്ലയോ? നിങ്ങൾ ഇവിടെ പ്രഷർ കൊടുത്തു, കുറച്ച് കഴിയുമ്പോൾ പ്രഷർ കാണാനില്ല. പ്രഷർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ചെയ്താനേ? ആ വാട്ടർ എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടന്നാലേ. ഇപ്പം എന്തില്ല, ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പം ഈ കൊടുത്ത പ്രഷർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഷർ ലിക്വിഡിൻ്റെ മറ്റ് പാർട്ടുകളിലേക്ക് തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. തുല്യമായിട്ട് കൊടുത്തുള്ള കുഴപ്പമെന്ത്? ഇപ്പം ക്ലാസ്സിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് മുട്ടായി കൊണ്ട് തരികയാണ്. എല്ലാവർക്കും ഓരോ മുട്ടായി കിട്ടിയാൽ എന്ത് ചെയ്യും? ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കുമോ? ഇല്ല. പക്ഷെ ഒരാൾക്ക് 2 കിട്ടി, അടുത്തതിന് 3 കിട്ടി, ഒരുത്തന് കിട്ടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലോ? അത് തന്നെ ഇവിടെയും പറയുന്നത്. ആ ഫ്ലൂയിഡ് കോളത്തിനകത്തേക്ക് നിങ്ങൾ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ മറ്റ് പാർട്ടുകളിലേക്ക് തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മാത്രമല്ല, ഒരേ ഹൈറ്റിൽ എപ്പോഴും ഒരേ പ്രഷറുമായിരിക്കും. ഒരേ ഹൈറ്റിൽ ഒരേ പ്രഷറുമായിരിക്കും. മനസ്സിലായോ? പ്രഷർ ഇപ്പം ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ. അപ്പോൾ പാസ്കൽസ് ലോ states that if a pressure is applied to any part of the fluid, it will transmit equally to every other part. മറ്റുള്ള പാർട്ടുകളിലേക്ക് ഇവൻ തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഇതാണ് പാസ്കൽസ് ലോ. അപ്പോൾ പാസ്കൽസ് ലോ states that if a pressure is applied to any part of the fluid, it will transmit it equally to every other part of the fluid. കൊടുക്കുന്നത് മറ്റ് പാർട്ടുകളിലേക്ക് തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ പാസ്കൽസ് ലോ വെച്ച് വർക്ക് ചെയ്യുന്ന ചില ഡിവൈസുകളുണ്ട്. പാസ്കൽസ് ലോ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ഡിവൈസുകളുണ്ട്. ലിഫ്റ്റ് കണ്ടിട്ടുണ്ട് അല്ലേ? ഹൈഡ്രോളിക് ജാക്ക്, അതായത് ഈ കാറൊക്കെ ടയർ പഞ്ചറാകുമ്പോഴത്തേക്ക് നമ്മളതിൽ ജാക്കി വയ്ക്കും എന്ന് പറയുന്നില്ലേ? ഈ ടയർ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉരുട്ട് വണ്ടി കണക്ക് ഒരു സാധനം വരും, ആ വണ്ടി കടയിലോട്ട് വയ്ക്കും, ഇതിൻ്റെ ലിവർ പിടിച്ച് 2 താക്കും. അപ്പം ഇവിടെ നോക്കുക, ഈ ലിവറിൽ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് വളരെ ചെറുതാണ് അല്ലേ? പക്ഷേ കാറ് ക്രമേണ പൊങ്ങി വരത്തില്ലേ? നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കാറിനെ പൊക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സർവീസ് സ്റ്റേഷനിലെ കാറിൻ്റെ അടിവശമൊക്കെ കഴുകാൻ വേണ്ടി ഒരു കുറ്റിക്കകത്ത് കയറ്റി നിർത്താറുണ്ട്, കണ്ടിട്ടില്ലേ? ഹൈഡ്രോളിക്കാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇത് മുകളിലോട്ട് എല്ലാം റൈസ് ചെയ്ത് വരും. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിർത്താൻ പറ്റുമോ? ഹൈഡ്രോളിക് ബ്രേക്കുകളുണ്ട്. നമ്മൾ പവർ ബ്രേക്ക് എന്നൊക്കെ പറയും, വാഹനങ്ങളുടെ പവർ ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്ന വാഹനങ്ങളിൽ കാല് വെച്ച് എന്ത് ചെയ്യുക? ബ്രേക്കിലൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, വാഹനം അപ്പോഴേ നിൽക്കത്തില്ലേ? ഓടി വരുന്നൊരു വാഹനത്തെ 10 പേര് പുറത്ത് നിന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ? 10 പേര് പുറത്തുനിന്ന് പിടിച്ചു നിർത്താൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അകത്തിരിക്കുന്ന ഡ്രൈവർക്ക് അയാളുടെ കാല് വെച്ചുകൊണ്ട് ഒരു ചെറിയ ഫോട്ടോ എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? നിൽക്കാൻ പറ്റും. അതാണ് ഹൈഡ്രോളിക്. ആ ഹൈഡ്രോളിക് ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത് പാസ്കൽസ് ലോ വെച്ചിട്ടാണ്. അപ്പം എന്താ പാസ്കൽസ് ലോ? ലിക്വിഡിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ മറ്റ് പാർട്ടുകളിലേക്ക് തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതല്ലേ പാസ്കൽസ് ലോ പറയുന്നത്.
അപ്പോൾ ഈ ഡിവൈസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പരിചയപ്പെടാം. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പിലുള്ള ഒരു സിലിണ്ടറാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്കൽസ് ലാ, ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലാ വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് ഇതെല്ലാം പാസ്കൽസ് ലായ്ക്ക് എക്സാമ്പിളാണ്. പാസ്കൽസ് ലാ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് ലിഫ്റ്റും ജാക്കും ഒക്കെ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഒരു യു ഷേപ്പിലുള്ള ഒരു സിലിണ്ടറാണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ മാത്രമാണ് പറയുന്നത് യു ഷേപ്പിലുള്ള സിലിണ്ടർ. ഒരു പാർട്ടിന് ഏരിയ കുറവും അടുത്ത പാർട്ടിന് ഏരിയ കൂടുതലാണ്. ഒരു പാർട്ടിന് ഏരിയ കുറവും അടുത്ത പാർട്ടിന് ഏരിയ കൂടുതലാണ്. മനസ്സിലായോ? ഈ രണ്ട് സിലിണ്ടറുകളെ രണ്ട് പിസ്റ്റൺ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പിസ്റ്റൺ, ഇവിടെ ഒരു പിസ്റ്റൺ. പിസ്റ്റൺ അറിയാം, നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ വയ്ക്കുമ്പോൾ തള്ളിവിടുന്ന സാധനമില്ലേ, അതാണ് പിസ്റ്റൺ. ഒന്നാമത്തെ പിസ്റ്റൺ ഞാൻ ഈ P1 എന്നും രണ്ടാമത്തെ പിസ്റ്റൺ ഞാൻ P2 എന്നും. പിസ്റ്റൺ P1. ഈ പിസ്റ്റന്റെ ഒന്നാമത്തെ ചെറിയ പിസ്റ്റന്റെ ഏരിയ സ്മാൾ എ എന്നും വലിയ പിസ്റ്റന്റെ ഏരിയ ക്യാപിറ്റൽ എ എന്നും. അപ്പൊ സ്മാൾ എ ആൻഡ് ക്യാപിറ്റൽ എ ആർ ദി ഏരിയാസ് ഓഫ് ടു പിസ്റ്റൺസ്. രണ്ട് പിസ്റ്റന്റെ ഏരിയ. ഈ രണ്ട് പിസ്റ്റണിടയ്ക്കുള്ള സ്പേസ് ഇല്ലേ, ഈ സ്പേസിൽ ഏതെങ്കിലും ഫ്ലൂയിഡ് ഫിൽ ചെയ്യും. ഫ്ലൂയിഡ് ഫിൽ ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂയിഡ് ഫിൽ ചെയ്യാം. അപ്പം ദ hydraulic lift consists of a U-shaped cylinder provided with two pistons P1 and P2 with area small a and capital A, and the space between the piston is filled with a given liquid fluid. അത് എയർ ആകാൻ കുഴപ്പമില്ല. ഓക്കെ. ഈ ഒന്നാമത്തെ പിസ്റ്റണിൽ ഇപ്പൊ ഇവിടെ ഹെവി ഒബ്ജക്റ്റ് വെച്ചാൽ ഈ പിസ്റ്റണിൽ ഹെവി ഒബ്ജക്റ്റ് വെച്ചാൽ സംഘടിപ്പിക്കാം. ഇവിടെ ഹെവി ഒബ്ജക്റ്റ് വെച്ചേക്കാണ്. ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ വച്ചേക്കാം. ഞാൻ ഈ ഒന്നാമത്തെ പിസ്റ്റണിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ F എന്ന് പറയുന്ന ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കും. F എന്ന ചെറിയ ഫോഴ്സ് കൊടുത്താൽ ഈ ഫോഴ്സിന്റെ ഫലമായിട്ട് ഇവിടെ പ്രഷർ ഡെവലപ്പ് ചെയ്യും. വാട്ട് ഈസ് ദ പ്രഷർ ആക്ടിങ് ഓൺ ദ ഫസ്റ്റ് പിസ്റ്റൺ? പ്രഷർ ഓൺ ഫസ്റ്റ് പിസ്റ്റൺ അല്ല, ഒന്നാമത്തെ പിസ്റ്റൺ ആക്ടിങ് പ്രഷർ എന്തായിരിക്കും? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ഒന്നാമത്തെ പിസ്റ്റന്റെ ഏരിയ സ്മാൾ എ ആണ്, ഒന്നാമത്തെ പിസ്റ്റണിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് സ്മാൾ എഫ് ആണ്. അപ്പൊ സ്മാൾ എഫ് ബൈ എ അതല്ലേ പ്രഷർ ഫസ്റ്റ് പിസ്റ്റൺ. ഈ ഹൈറ്റിലല്ലേ രണ്ടാമത്തെ പിസ്റ്റൺ ഇരിക്കുന്നത്? ഒരേ ഹൈറ്റിൽ പാസ്കൽസ് ലോ പ്രകാരം പ്രഷർ തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് എന്ന് മാത്രമല്ല ഒരേ ഹൈറ്റിൽ എങ്ങനെയാ ഒരേ പ്രഷറുമാണ്. അപ്പൊ ഇവിടുത്തെ പ്രഷർ എഫ് ബൈ ആണെങ്കിൽ ഈ പോയിന്റ് ആക്കുന്ന പ്രഷർ എത്ര ആയിരിക്കും? ഇതിന് സമാനമായിട്ടുള്ള ഈ പാർട്ടിലാക്കുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും? ബൈ പാസ്കൽസ് ലോ the pressure is equally distributed and along same height the pressure will be same. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്ര? പ്രഷർ ഓൺ സെക്കൻഡ് പിസ്റ്റൺ എത്ര? പ്രഷർ ഓൺ സെക്കൻഡ് പിസ്റ്റൺ എന്ന് പറയുന്നതും എത്ര തന്നെയായിരിക്കും? എഫ് ബൈ എ തന്നെയായിരിക്കും. അതാണ് പാസ്കൽസ് ലോ പ്രത്യേകത. രണ്ടാമത്തെ പിസ്റ്റണിലും ആക്ട് ചെയ്യുന്ന പ്രഷർ എഫ് ബൈ എ തന്നെയാണ്. എങ്കിൽ രണ്ടാമത്തെ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയാണ്? ഫോഴ്സ് ഓൺ സെക്കൻഡ് പിസ്റ്റൺ എത്ര? ഫോഴ്സ് ഓൺ സെക്കൻഡ് പിസ്റ്റൺ, രണ്ടാമത്തെ പിസ്റ്റണിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഇവിടെ ഒരു തള്ളു താഴേക്ക് എഴുമ്പോൾ ഇവിടെ തള്ളു മുകളിലോട്ടാണെന്ന് അറിയാമല്ലോ. ഇവിടെ താഴേക്ക് എഴുമ്പോൾ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ടാണ്. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ എഫ് എത്ര? ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ? പ്രഷറിന്റെ ഏരിയ. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഈ പോയിന്റിലെ പ്രഷറിന് തുല്യമാണ്. ഇവിടുത്തെ പ്രഷർ ഇവിടുത്തെ പ്രഷറിന് തുല്യമാണ്. മനസ്സിലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രഷർ ബൈ എന്നല്ലേ. പക്ഷെ രണ്ടാമത്തെ പിസ്റ്റന്റെ ഏരിയ എത്ര? ക്യാപിറ്റൽ എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ എ ബൈ എ ഇൻറ്റു എഫ് എ ബൈ എ ഇൻറ്റു എഫ്.
എവിടുത്തെ ഏരിയ വലുത്? ഒന്നാമത്തെ പിസ്റ്റനാണോ രണ്ടാമത്തെ പിസ്റ്റന്റെ ആണോ? രണ്ടാമത്തെ പിസ്റ്റന്റെ ഏരിയ ഒന്നാമത്തെ പിസ്റ്റനിൽ വളരെ വലുതല്ലേ? രണ്ടാമത്തെ പിസ്റ്റന്റെ ഏരിയ ഒന്നാമത്തെ പിസ്റ്റന്റെ തമ്മിൽ വളരെ വലുതാണ്. അപ്പോഴോ ഈ ഫോഴ്സോ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സ്മോൾ എയേക്കാൾ വളരെ വളരെ വലുതാണെങ്കിൽ രണ്ടാമത്തെ പിസ്റ്റനിലാക്കുന്ന ഫോഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? സെക്കൻഡ് പിസ്റ്റനിലാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പിസ്റ്റനിലാക്കിയതിനേക്കാൾ വളരെ വളരെ വലുതല്ലേ? അപ്പൊ എന്താണ് എഫ് എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ എഫ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താൽ ഇവിടെ ആക്കുന്ന ഫോഴ്സ് വളരെ വലുതായിരിക്കും. ഇവിടെ ചെറിയ ഫോഴ്സ് കൊടുത്തു, അത്രയും ഫോഴ്സ് അല്ല ഇവിടെ ആക്കിയത്, അതിന്റെ വളരെ വളരെ ഇപ്പൊ എക്സാമ്പിൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ സ്ക്വയർ, സ്മാൾ എ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾ കൊടുത്ത ഫോഴ്സ് സ്മാൾ എഫ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ. ഒന്ന് കണ്ടുപിടിച്ചേക്ക് രണ്ടാമത്തെ ഫോഴ്സ്. ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ എത്ര? ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ എത്ര? എഫ് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ബൈ എ 1000 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 50. എത്ര? 500 ഇൻറ്റു 50. 500 ഇൻറ്റു 50 എത്ര? 2500. നിങ്ങൾ കൊടുത്ത എത്ര? 50 ന്യൂട്ടൺ. അനുഭവപ്പെട്ട എത്ര? 2500. മനസ്സിലായോ? അപ്പൊ ചെറിയ ഫോഴ്സ് കൊടുത്തു, അതിന്റെ റിസൾട്ട് മറ്റിടത്ത് വളരെ വലുതായിട്ട് ആക്ട് ചെയ്തു. ഇതാണ് പാസ്കൽസ് പ്രത്യേകത. ഈ ഫോർമുല ഓർത്തോണം. രണ്ടാമത്തെ പിസ്റ്റനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ബൈ സ്മാൾ എ ഇൻറ്റു എഫ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഏരിയ പറയത്തില്ല, പകരം റേഡിയസോ ഡയമീറ്ററോ പറഞ്ഞേക്കും. അപ്പൊ ഇവിടുത്തെ ഏരിയ എത്ര എടുത്തോളം? ഏരിയ എ എന്ന് പറയുന്നത് പൈ ക്യാപിറ്റൽ ആർ സ്ക്വയറും സ്മാൾ എ എന്ന് പറയുന്നത് പൈ സ്മാൾ ആർ സ്ക്വയർ എടുത്തോളം. പൈ ആർ സ്ക്വയർ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ എന്താ പാസ്കൽസിന്റെ ആപ്ലിക്കേഷൻ ആലോചിക്കുക. പാസ്കൽസ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പാസ്കൽസ് എന്ന് പറയുന്നത് ലിക്വിഡിന്റെ ഏതെങ്കിലും പോയിന്റിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ ലിക്വിഡ്സിന്റെ മറ്റ് പാർട്ടുകളിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പാസ്കൽസ് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഹൈഡ്രോളിക് ഡിവൈസ്. ഹൈഡ്രോളിക് ബ്രേക്ക്, JCB ആണ് ഈ ബക്കറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ പാസ്കൽസ് വെച്ചുകൊണ്ടാണ്. വാഹനങ്ങളുടെ ബ്രേക്ക് പാസ്കൽസ് വെച്ചുകൊണ്ടാണ്. ഓക്കെ.